ഹായ്, ഏറെ രസകരമായ ഏറ്റവും പുതിയ ചലച്ചിത്രം കോക്ടെയിൽ 2 ഷാഹിദ് കപൂറും കൃതി സനോനും രശ്മിക മന്ദാനയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചലച്ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് കുനാൽ എന്നും ദിയ എന്നും പേരുള്ള പ്രേമജോഡികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കുനാൽ ഒരു ഷെഫാണ്, ദിയയാകട്ടെ ഒരു ആർക്കിടെക്റ്റും. രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. ഇരുവരും കഴിഞ്ഞ 16 വർഷങ്ങളായി ഒരുമിച്ചാണ് ജീവിക്കുന്നത്. കോളേജിൽ വെച്ചായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത്. ആദ്യം സൗഹൃദമായി, പിന്നീട് പ്രണയമായി മാറി. ആ പ്രണയം കൂടുതൽ ആഴമുള്ളതായി തീർന്നു. ജീവിതത്തിൽ ഒട്ടേറെ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടും പ്രണയം അവർക്കിടയിൽ ഉള്ളതുകൊണ്ട് മാത്രം രണ്ടുപേരും ഒരുമിച്ച് നിലകൊണ്ടു. ഇരുവരും പരസ്പരം വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. പക്ഷെ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാനുമില്ല. ഒരുമിച്ചാണ് താമസം, സന്തോഷമൊക്കെ പങ്കിടുന്നുമുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവർ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. അവരുടെ കൂട്ടുകാരിയായ റൂഹിയുടെ ബ്രേക്കപ്പ് അടുത്തിടെയായിരുന്നു കഴിഞ്ഞത്. കാരണം കാമുകൻ അവളെ ചതിക്കുകയായിരുന്നു. 6 വർഷമായി രണ്ടുപേരും ഒന്നിച്ചായിരുന്നിട്ടും അവൻ അവളെ വഞ്ചിച്ചു. ഫോണിലെ ചാറ്റുകൾ കണ്ടുപിടിക്കപ്പെട്ടതോടെ ആ ആൺകുട്ടിയുടെ ചതി പുറത്തായി. അവളതത്രയും പറഞ്ഞതും അത് കേട്ട് കുനാല് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഫോണിലാരാ ഇപ്പോ ചാറ്റുകളൊക്കെ ബാക്കി വെക്കുന്നേ? എന്നിട്ടവൻ ദിയക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നിനക്കൊരിക്കലും പിടികിട്ടില്ല. അത്രയ്ക്കും ബുദ്ധിമാനാ ഞാൻ. മദ്യപിച്ച് ലഹരിയിലായിരുന്നു അവനത് പറഞ്ഞത്. പക്ഷേ ദിയക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിറ്റേന്ന് ദിയ വളരെയധികം ദേഷ്യപ്പെട്ടു. നീ എന്നെ ചതിക്കാൻ പോകുവാണോ എന്ന് ചോദിച്ചു. കുനാൽ പറഞ്ഞു, ഇല്ല ബേബി, എനിക്ക് നിന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ നിന്നേക്കാ ബുദ്ധിമാനാണെന്നും നീ വളരെ പാവമാണെന്നും കാണിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാ. നീ തെറ്റിദ്ധരിക്കല്ലേ. കുനാല് എന്ത് വിശദീകരണം നൽകിയിട്ടും ദിയയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വീണു കഴിഞ്ഞിരുന്നു. അവളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ദിയ ചോദിച്ചു, നീ എന്തുകൊണ്ടാ നമ്മൾ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തെ? കുനാല് പറഞ്ഞു, ഇതെന്റെ മാത്രം തീരുമാനമല്ലല്ലോ. നിനക്കും ഇപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലല്ലോ. അങ്ങനാണെ നമുക്കിപ്പോ കല്യാണം കഴിച്ചാലോ? ശരി, കഴിക്കാം. അതിനെന്താ? നിനക്ക് സന്തോഷം ലഭിക്കുന്നതാണെങ്കിൽ അതാ എന്റെ സന്തോഷം. ദിയ അത് കേട്ടതും ചിന്തിച്ചു, ഞാൻ അനാവശ്യമായി കൂടുതൽ ആകുലപ്പെടുകയാണോ? കുനാല് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വരാം. മൂടൊക്കെ ഒന്ന് ഫ്രഷ് ആകട്ടെ. അങ്ങനെ ഇരുവരും സന്തോഷത്തോടെ സമയം ചിലവഴിക്കാൻ സിസിലിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വെച്ച് അവർ ദിയയുടെ പഴയ കൂട്ടുകാരി എല്ലിയെ കണ്ടുമുട്ടി. ദിയ പഠനത്തിനായി വിദേശത്ത് പോയപ്പോഴായിരുന്നു എല്ലിയെ പരിചയപ്പെട്ടത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടുപേരും വീണ്ടും കാണുന്നത്. എല്ലി എന്ന് പറയുന്ന പെൺകുട്ടി ഒരിടത്തും സ്ഥിരമായി നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തരക്കാരിയായിരുന്നു. അവൾ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അവളുടെ ജീവിതത്തിൽ യാതൊന്നും നിശ്ചിതമായി ഉറപ്പിക്കപ്പെട്ടവയല്ല. ഇന്നിവിടെയാണെങ്കിൽ നാളെ അവൾ വേറൊരിടത്തായിരിക്കാം. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിലും അവളുടെ സ്വഭാവം ഇതുതന്നെയാണ്. ഇന്നൊരാളാണെങ്കിൽ നാളെ വേറൊരാൾ. സ്നേഹത്തിൽ അവൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പ്രണയത്തിലും. നിലവിൽ ജീവിക്കാൻ അവൾ ഒരു ഡാൻസ് ഇൻസ്ട്രക്ടറായി ജോലി നോക്കുകയാണ്. സംസാരിക്കുമ്പോ എല്ലി അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്റെ കൂടെ വാ. നിങ്ങളുടെ ട്രിപ്പ് ഞാൻ അടിപൊളിയാക്കി തരാം. നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഇരുവരും എല്ലിയുടെ വീട്ടിൽ താമസിക്കാൻ പോയി. അവിടെ വെച്ച് എല്ലി വളരെ ആകർഷകമായ രീതിയിൽ സൽസ ഡാൻസ് കളിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം. കുനാൽ അടുത്തൊന്നുമില്ലാത്ത സമയത്ത് എല്ലി ദിയയോട് പറഞ്ഞു, നിങ്ങൾ ഇരുവരെയും ഒരുമിച്ച് കാണാൻ എന്ത് രസമാ. എന്താ നിങ്ങൾ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? ദിയ പറഞ്ഞു, അവന്റെ മനസ്സിൽ എന്താണെന്നോർത്ത് എനിക്ക് വല്ലാതെ ആശയക്കുഴപ്പമുണ്ട്. ഇത്രയും വർഷമായി ഒന്നിച്ചു കഴിയുന്നതും കൊണ്ട് മാത്രം അവനിപ്പോഴും എന്റെ കൂടെ നിൽക്കുകയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കുടുംബത്തിലുള്ളവർക്കും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയാം. ഒരുപക്ഷെ ആ സമ്മർദ്ദം കൊണ്ടും ഞാനൊരു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് അവൻ സമ്മതിച്ചേക്കും. ശരിയാ, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവാഹം കഴിക്കാൻ മാത്രമുള്ള സ്നേഹമുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഒരുപക്ഷെ അവന്റെ സ്നേഹമൊക്കെ തീർന്നു പോയെങ്കിലോ? ഇങ്ങനെ ജീവിച്ച് അതൊരു ശീലം മാത്രമായി പോയതാണെങ്കിലോ? അങ്ങനൊക്കെ സംസാരിച്ച ശേഷം ദിയ തുടർന്ന് എല്ലിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഒന്ന് വളയ്ക്കാൻ നോക്ക്. അവൻ നിന്റെ വലയിൽ വീഴുകയാണെങ്കിൽ അവന്റെ മനസ്സിൽ എന്നോടുള്ള പ്രണയം തീർന്നെന്ന് ഉറപ്പിക്കാം. ഇനി അവൻ വീണില്ലെങ്കിലോ? അവന്റെ സ്നേഹം സത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. എല്ലി ചോദിച്ചു, ഇനിയപ്പോ അവൻ എന്നെ ഗൗനിച്ചില്ലെങ്കിലോ? ഭാവിയിൽ അവൻ വേറൊരു പെൺകുട്ടിയും ഗൗനിക്കില്ല എന്നെന്താ ഉറപ്പ്? അവന് എന്നെ ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധവുമില്ലല്ലോ. ദിയ പറഞ്ഞു, നീ എന്തിനാ ഇത്രയധികം ചിന്തിക്കുന്നേ? നിനക്കിതൊരു വെല്ലുവിളിയായിട്ട് എടുത്തൂടെ? ഒരു ചലഞ്ചായിട്ട്? എല്ലി പറഞ്ഞു, എനിക്കെന്താ, അവൻ എന്റെ വലയിൽ വീണ തകരുന്നത് നിന്റെ റിലേഷൻഷിപ്പാ. പിന്നെ മാത്രമല്ല, ഈ പ്രണയത്തിലൊക്കെ ആയിട്ട് അതിങ്ങനെ നിരസിക്കപ്പെടുന്നത് താങ്ങാൻ എനിക്കത്ര കഴിവൊന്നുമില്ല. അവൻ എന്നോട് പ്രതികരിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ ഞാനിതിൽ ശരിക്കും ഇറങ്ങി അതിലേക്കും പൂർണ്ണമായിട്ട് മുഴുകിക്കഴിഞ്ഞ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. ദിയ അതിന് സമ്മതിച്ചതോടെ എല്ലി ആ ചലഞ്ച് സ്വീകരിച്ചു.
പിറ്റേന്ന് മുതൽ എല്ലി തന്റെ പണി തുടങ്ങി. കുനാലിനോട് തനിക്ക് താല്പര്യമുണ്ട് എന്ന മട്ടിൽ സൂചനകൾ നൽകാൻ അവൾ ആരംഭിച്ചു. എന്നാൽ കുനാലാകട്ടെ അതൊന്നും കാര്യമാക്കാതെ വളരെ സാധാരണമായിട്ടേ എടുത്തുള്ളൂ. വലിയ പ്രതികരണമൊന്നും നൽകിയതുമില്ല. അന്നൊരുമിച്ച് വൈൻ നിർമ്മാണം കാണാൻ പോകാമെന്ന് എല്ലി പറഞ്ഞിരുന്നു. അന്ന് ദിയ പറഞ്ഞു, എനിക്കതിൽ താല്പര്യമില്ല കുനാൽ, നീ അവളുടെ കൂടെ പൊക്കോ, ഞാൻ വേറെ എവിടെങ്കിലും കറങ്ങാൻ പോവുക. അങ്ങനെ എല്ലിയും കുനാലും ഒന്നിച്ച് അങ്ങോട്ടേക്ക് യാത്ര ചെയ്തു. എല്ലി അവനോട് ഫ്ലേർട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും കുനാല് വിഷയം മാറ്റിക്കൊണ്ടേയിരുന്നു. എല്ലി എത്ര ശ്രമിച്ചിട്ടും കുനാൽ വീഴുന്നുണ്ടായിരുന്നില്ല. ഈ വിഷയം അവൾ ദിയയോട് പറഞ്ഞു. ഞാൻ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ച ഒന്നും നടക്കില്ല, നീയും കുറച്ചൊക്കെ സഹകരിക്കണം. നീ അവനെ നിന്നിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് അകറ്റി നിർത്ത്. അവനോട് ദേഷ്യത്തോടെ സംസാരിക്ക്. നിന്നോടുള്ള താല്പര്യം കുറഞ്ഞാൽ മാത്രമേ അവന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പോകൂ. ദിയ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. ആദ്യം അവനോട് രൂക്ഷമായി സംസാരിച്ചു. പിറ്റേന്ന് പുറത്തു പോവാൻ തയ്യാറായപ്പോ അവൾ തലവേദനയെന്ന വ്യാജേന കിടന്നു. എല്ലിയെന്ന് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഒരു വില്ല ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ ദിയ കുനാലിനോട് പറഞ്ഞു, നീ ആ ട്രിപ്പിന് പൊക്കോ, എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ നാളെയോ മറ്റന്നാളോ വന്നേക്കാം. എല്ലാം ബുക്ക് ചെയ്തതല്ലേ, പണം പാഴാക്കണ്ട. ഒടുവിൽ കുനാല് ദിയയുടെ വാക്കുകേട്ട് എല്ലിയോടൊപ്പം റോഡ് ട്രിപ്പിന് ഇറങ്ങി തിരിച്ചു. എല്ലി വീണ്ടും സജീവമായി ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങി. തനിക്കെന്തൊക്കെയോ താല്പര്യങ്ങളുണ്ടെന്ന മട്ടിൽ അവൾ സൂചനകൾ നൽകി. എന്നാൽ കുനാൽ അവളെ ഒരു നല്ല കൂട്ടുകാരിയായി മാത്രം കണ്ട് നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. അവളുടെ ഫ്ലേർട്ടിംഗ് ഒക്കെ അവൻ കണ്ടില്ലെന്ന് നടിച്ചു. എല്ലിക്ക് കടി ചാവൽ എന്ന വിഭവം വളരെ ഇഷ്ടമായിരുന്നു. ഇന്ത്യയിലെ കാര്യങ്ങളിൽ അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ വിഭവമാണ്. അവർ തങ്ങിയ ഹോട്ടലിൽ വെച്ച് കുനാൽ അവൾക്കായി ആ വിഭവം ഉണ്ടാക്കി കൊടുത്തു. അത് കണ്ട് എല്ലി വളരെയധികം വികാരഭരിതയായി. താൽക്കാലിക സന്തോഷങ്ങൾ നിറഞ്ഞ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ അവളുടെ ഇഷ്ടത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് താനിങ്ങനെ കെയറിംഗ്, കരുതലൊക്കെ അനുഭവിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. ആ വിഭവം കഴിച്ച് അവൾ വളരെ സന്തോഷവതിയായി. കുനാലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സത്യമായി നിന്നെ തട്ടിയെടുക്കും. ഈ വിഭവത്തിന്മേൽ സത്യം. ദിയക്കടുത്തുനിന്ന് നിനക്ക് കിട്ടുന്നതിനേക്കാൾ സന്തോഷം ഞാൻ നിനക്ക് നൽകാം. ഞാൻ നിന്നെ നോക്കിക്കോളാം. അവളുടെ ആ സന്തോഷത്തിനിടയിൽ കാറിന്റെ നിയന്ത്രണം വിട്ട് അതൊരു കുഴിയിലേക്ക് വീണു. തുടർന്ന് ലിഫ്റ്റ് ചോദിച്ചവർ ഒരു കടൽ തീരത്തെത്തി. എല്ലി ബിക്കിനി ധരിച്ച് നീന്താനായിട്ടിറങ്ങി. കുനാൽ അവളെ തന്നെ നോക്കി നിന്നു. എല്ലി തന്റെ സൗന്ദര്യവും മറ്റുമൊക്കെ കാണിച്ച് അവനെ വശീകരിക്കാൻ പരമാവധി ശ്രമിച്ചു. രണ്ടുപേരും കടലിൽ ഇറങ്ങി ഒരുപാട് സമയം സന്തോഷത്തോടെ ചിലവഴിച്ചു. സത്യത്തിൽ എല്ലിക്ക് കുനാലിനോട് ചെറിയൊരു താല്പര്യം തോന്നിത്തുടങ്ങിയിരുന്നു. കുനാലിനും അവളുടെ കൂടെയുള്ള ഈ സമയം ചിലവഴിക്കൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലി ചോദിച്ചു, നീ ദിയയുടെ കൂടെ ഇതുപോലൊന്നും എൻജോയ് ചെയ്യാറില്ലേ? മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോ ഇതുപോലെ ഒരുപാട് ഭ്രാന്തത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, കുനാല് പറഞ്ഞു. ഉടൻ എല്ലി മറുചോദ്യം ചോദിച്ചു, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ കഴിച്ചു കൂട്ടാനാണോ പിന്നെ തീരുമാനം? ഭാവിയെക്കുറിച്ച് എന്താ തീരുമാനിച്ചിരിക്കുന്നേ? അതിപ്പോ ഭൂതകാലത്തിന്റെ അടിത്തറയിലാ ഈ ഭാവി കെട്ടിപ്പടുക്കുന്നത്. കടന്നു പോകുന്ന ഓരോ സെക്കൻഡിലും നമ്മുടെ ഭൂതകാലം ഇങ്ങനെ വലുതാവേം ഭാവി ചെറുതാവേം ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാ നമുക്ക് സന്തോഷമൊക്കെ ലഭിക്കുന്നത്. സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എന്തിനാ വല്ലാതെ ബേജാറാവുന്നേ? എന്ത് കാര്യമിരിക്കുന്നു? നിനക്കപ്പോ ദയോട് പ്രണയം തോന്നിയ സമയത്ത് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യാത്തെ? ഞങ്ങൾ വളർന്നില്ലേ? ഞങ്ങളിപ്പോ കൊച്ചുകുട്ടികളൊന്നുമല്ലല്ലോ. അത് കേട്ട് എല്ലി പറഞ്ഞു, സന്തോഷമായിരിക്കുന്നതിന് അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല. ഞങ്ങളതിന് പരസ്പരം വളരെ കംഫോർട്ടബിളാ. കംഫോർട്ടിന് വേണ്ടിയാ ജീവിതം നയിക്കുന്നെങ്കിൽ നീ ഇപ്പോൾ ഉള്ള കട്ടിലിനേക്കാളും ഏറ്റവും നല്ലത് എന്റെ കട്ടിലായിരിക്കും. അതിനേക്കാൾ വലിയ കംഫർട്ട് നിനക്ക് വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെ സംസാരമൊക്കെ തുടർന്നും എൻജോയ് ചെയ്തും ഇരുവരും ആ വില്ലയിലെത്തി. കുനാല് ചോദിച്ചു, നിനക്ക് നിന്റെ കൂടെ പിടിച്ചു നിർത്താൻ പോന്ന ആരെയും ഇതുവരെ കണ്ടുകിട്ടിയില്ലേ? എല്ലി പറഞ്ഞു, കാമുകന്മാരും ബന്ധങ്ങളും ജോലികളും ഒക്കെ പുതിയതായിരിക്കുമ്പോ അനുഭവിക്കാൻ വളരെ നല്ലതായിരിക്കും, വലിയ ആവേശവുമായിരിക്കും. എന്നാൽ പിന്നീട് അതൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറും. എല്ലാത്തിനും ഈ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മരുന്ന് പോലും വിഷമാണ്. അത് കേട്ട് കുനാല് പറഞ്ഞു, ഈ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. അതിന് എനിക്ക് പ്രണയത്തിൽ വിശ്വാസമുണ്ട്. എന്നാൽ പ്രണയത്തില് ഇങ്ങനെ ബന്ധിക്കപ്പെടുന്നതിൽ തളച്ചിടുന്നതിൽ വിശ്വാസമില്ല. എത്ര നാൾ നിൽക്കുന്നോ അത്ര നാൾ ആ പ്രണയത്തിൽ വിശ്വസിക്കുന്നു. അത്രമാത്രം. സംസാരിച്ചുകൊണ്ടിരിക്കെ അവർക്ക് ചുറ്റിലും വല്ലാത്തൊരു നിശബ്ദത നിലനിൽക്കുന്ന ഒരു നിമിഷമുടലെടുത്തു. അടുത്തെങ്ങും ആരുമില്ല. അവർ രണ്ടുപേർ മാത്രം. ഇരുവരും വളരെ അടുത്തടുത്ത് വന്നു. രണ്ടുപേർക്കുമിടയിൽ ഒരു വൈകാരിക നിമിഷം രൂപപ്പെട്ടു. എല്ലി അവന്റെ കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ എല്ലി കിടക്കയിൽ വസ്ത്രങ്ങളൊന്നുമില്ലാതെ കിടക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുമുണ്ട്. ദിയയുടെ ഫോൺ കോൾ വരുമ്പോ എല്ലി അവളോട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. കുനാൽ എല്ലിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്നലെ രാത്രി സംഭവിച്ചതിനെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ട. നമ്മൾ രണ്ടുപേരും മുതിർന്ന ആളുകളാണ്. ഇതൊക്കെ സംഭവിച്ചേക്കാം. പിന്നീട് ദിയ വന്നപ്പോ എല്ലി അവളോട് പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ ശ്രമത്തിലൊന്നും അവൻ വീണില്ല. അവൻ സത്യമായും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദിയയെ കണ്ടപാടെ കുനാൽ അവളോട് സ്നേഹം പ്രകടിപ്പിക്കാനും
തുടങ്ങി. തുടർന്ന് മൂവരും കറങ്ങാനിറങ്ങി. ഇതെല്ലാം ഒരു തമാശയായിട്ടാണ് തുടങ്ങിയതെങ്കിലും എല്ലിയുടെ മനസ്സിൽ കുനാലിനോട് അതിനോടകം സത്യസന്ധമായ പ്രണയം മുട്ടിട്ടിരുന്നു. അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അവൾ പൂർണ്ണമായും ആകൃഷ്ടയായി. എന്നാൽ കുനാലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു വികാരം ഉണ്ടായിരുന്നേയില്ല. അതുകൊണ്ട് തന്നെ എല്ലി തന്റെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തു കാട്ടാതെ സാധാരണ നിലയിൽ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. ഒരു ദിവസം ദിയ കുനാലിനോട് വിവാഹം കഴിക്കാമോ എന്ന തരത്തിൽ പ്രപ്പോസ് ചെയ്തു. കുനാൽ അതിന് സമ്മതിച്ചു. ഇരുവരും അതിനോടകം തിരികെ പോകേണ്ട സമയമായി കഴിഞ്ഞിരുന്നു. ദിയ അങ്ങനെ എല്ലിയെ വിവാഹത്തിന് ക്ഷണിച്ചു. എന്നാൽ എല്ലി പറഞ്ഞു, ഞാൻ കല്യാണത്തിനൊന്നും വരില്ല, എനിക്ക് കല്യാണങ്ങളെ ഇഷ്ടമല്ല. എല്ലി കുനാലുമായി പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. തനിക്ക് അവനോട് പ്രണയം തോന്നി എന്ന് വിശ്വസിക്കാൻ അവൾക്ക് തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുനാലിന്റെയും ദിയയുടെയും വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ എല്ലി ആ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവൾ കല്യാണത്തിൽ പങ്കെടുക്കാനല്ല, മറിച്ച് കുനാലിനെ സ്വന്തമാക്കാൻ, പ്രണയം സ്വന്തമാക്കാനാണ് വന്നിരിക്കുന്നതെന്ന്. എല്ലി അവരുടെ വീട്ടിൽ തന്നെ താമസിക്കാൻ ആരംഭിച്ചു. ദിയ അവൾ കൊടുക്കാൻ വസ്ത്രങ്ങൾ നൽകി. അപ്പോൾ എല്ലി പറഞ്ഞു, ഞാൻ ഈ രാത്രിയിലൊക്കെ വസ്ത്രമില്ലാതെ കിടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കേ, വളരെ നല്ല സുഖം തോന്നും. അന്ന് രാത്രി അവർ അത് പരീക്ഷിച്ചു നോക്കുന്നുവെങ്കിലും അവർക്കതിൽ വലിയ സുഖമൊന്നും തോന്നിയില്ല. അസ്വസ്ഥത തോന്നിയതുകൊണ്ട് അവർ വീണ്ടും വസ്ത്രങ്ങൾ ധരിച്ചു. രാത്രിയിൽ കുനാൽ വിശന്നപ്പോ കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി. എല്ലി മനഃപൂർവ്വം വസ്ത്രങ്ങളില്ലാതെ അവന്റെ മുന്നിലേക്ക് വന്നു. എന്നാൽ അബദ്ധത്തിൽ വന്ന് പെട്ടതാണെന്ന മട്ടിലാണ് അവൾ അഭിനയിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ചിരിച്ചുകൊണ്ട് ഇന്നലെ രാത്രി നടന്ന സംഭവം ദിയയോട് പറയുന്നുമുണ്ട്. ദിയയുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലി താൻ കുനാലിന്റെ പകുതി ഭാര്യ എന്ന മട്ടിൽ പറയാൻ തുടങ്ങി. ദിയക്കാണെങ്കിൽ അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുമുണ്ടായിരുന്നില്ല. എല്ലിയാകട്ടെ പിന്നീട് അങ്ങോട്ടേക്ക് കുനാലിന്റെ കുടുംബത്തിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിച്ചു. അതേസമയം ദിയ എല്ലാവരുടെയും മുന്നിൽ ദേഷ്യക്കാരിയായും പിടിവാശിക്കാരിയുമായി ചിത്രീകരിക്കപ്പെടുന്ന തരത്തിലുള്ള കുറെ സാഹചര്യങ്ങളും എല്ലി ഉണ്ടാക്കിയെടുത്തു. താൻ വളരെ പാവവും എല്ലാവരെയും സഹായിക്കുന്ന സ്വഭാവക്കാരിയുമാണെന്ന് അവൾ നടിക്കുകയും ചെയ്തു. അന്ന് രാത്രി ദിയ ഉറങ്ങിക്കഴിഞ്ഞപ്പോ എല്ലി മെസ്സേജ് അയച്ച് കുനാലിനെ ബാൽക്കണിയിലേക്ക് വിളിച്ചു. പിന്നീട് ഒരുമിച്ചെത്തിയ സമയത്ത് അവൾ അവനോട് സംസാരിച്ചു. അവൾ ചോദിച്ചു, നീ എന്താ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചേ? കുനാല് പറഞ്ഞു, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെയും, ഞങ്ങൾ ഒന്നിച്ചാ ജീവിക്കുന്നത്. പിന്നെ അടുത്ത ഘട്ടം വിവാഹം തന്നെയല്ലേ? ദിയ ചോദിച്ചില്ലായിരുന്നെങ്കിൽ നീ ഈ വിവാഹം കഴിക്കില്ലായിരുന്നുവല്ലേ? ഒരുപക്ഷെ വിവാഹം കഴിക്കില്ലായിരിക്കാം. ദിയ പ്രപ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പോ നീ പ്രപ്പോസ് ചെയ്യുമായിരുന്നു? ഇല്ല, സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ വിവാഹം കഴിക്കുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നിനക്ക് സമൂഹത്തിന്റെ പ്രതീക്ഷകളെക്കുറിച്ച് ആശങ്കയില്ല, എന്നാൽ ദിയയുടെ പ്രതീക്ഷകളെക്കുറിച്ച് നിനക്ക് നിന്നേക്കാൾ ശ്രദ്ധയുണ്ട് താനും. മറ്റുള്ളവരെ കുറിച്ച് സ്വന്തം കാര്യത്തെക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. കുനാല് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഇത്രയധികം പുകഴ്ത്തുകയൊന്നും വേണ്ട. എല്ലി പറഞ്ഞു, ഈ ചിരിക്കുന്ന സ്വഭാവം ദിയയുടെ മുമ്പിലെത്തുമ്പോ മാത്രം എന്താ മങ്ങിപ്പോകുന്നേ? അങ്ങനൊന്നുമില്ല, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ അവള് പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നതും. ശരി, എങ്കിൽ പറ, ഈ വിവാഹത്തിൽ നിന്റെ ഇഷ്ടപ്രകാരം എന്താ നടക്കുന്നേ? വിവാഹത്തിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെയല്ലേ നടക്കൂ? ശരി, നീ പറ, നിന്റെ വിവാഹമാണെങ്കിൽ നീ എന്താ വ്യത്യസ്തമായി ചെയ്യുക? കുനാല് ചോദിച്ചു. എല്ലി പറഞ്ഞു, ആദ്യം തന്നെ ഞാൻ ഈ വസ്ത്രങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കില്ല, കോർട്ട് മാരേജ് ചെയ്ത് പണം ലാഭിക്കും, എന്നിട്ട് ഒരു മാസം ഭർത്താവുമൊത്ത് പല സ്ഥലങ്ങളിൽ പോയി ഹണിമൂൺ ആഘോഷിക്കും. ഇനി നീ പറ, ഏതുതരം വിവാഹമാ നീ ഇഷ്ടപ്പെടുന്നേ? ഇവിടെ നടക്കാൻ പോകുന്നതോ അതോ എന്റെ രീതിയിലുള്ളതോ? കുനാല് പറഞ്ഞു, നിന്റെ രീതിയിലുള്ള വിവാഹമാ എനിക്കിഷ്ടം. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്തൂടെ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇങ്ങനൊന്നും അനുഭവിച്ചിട്ടേയില്ല. നീ എന്റെ ഈ സ്നേഹത്തിന് മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും പിന്നീട് എനിക്ക് പശ്ചാത്താപം തോന്നാതിരിക്കാൻ എനിക്കിത് നിന്നോട് തുറന്നു പറയണമായിരുന്നു. കുനാല് പറഞ്ഞു, നീ അതിന് പ്രണയത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നാ ഞാൻ വിചാരിച്ചിരുന്നേ. വിശ്വസിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. എന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരാളെ എനിക്കിപ്പോ ലഭിച്ചിട്ടുണ്ട്. കുനാൽ അതിനൊന്നും യാതൊരു പ്രതികരണവും നൽകിയില്ല. തുടർന്ന് എല്ലി അവിടുന്ന് പോയി. പിന്നീട് ഇനി എന്താ ചടങ്ങായി ചെയ്യേണ്ടത് എന്ന് സുഹൃത്തുക്കൾക്കിടയിൽ ചർച്ച നടക്കുകയായിരുന്നു. രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ ഒന്നിച്ച് പാർട്ടി നടത്താം എന്നായിരുന്നു ദിയയുടെ പ്ലാൻ. പക്ഷെ അത് കേട്ട് എല്ലി പറഞ്ഞു, അതിലൊരു രസവുമില്ല, രണ്ടുപേരുടെയും പാർട്ടി വേറെ വേറെ ആയിരിക്കണം, ബാച്ചിലർ പാർട്ടി നിർബന്ധമായും നടത്തണം, ബ്രൈഡ് ടു ബി വേറെയും. എല്ലാവരും അത് കേട്ട് എല്ലിയുടെ ഭാഗം പിടിച്ചു. ദിയയും ഒടുവിൽ അതിന് സമ്മതിച്ചു. സൗഹൃദത്തിന്റെ മറപിടിച്ച് എല്ലി ഇപ്പോൾ പരസ്യമായി കുനാലിനോട് ഫ്ലൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. തമാശ രൂപേണ അവനോട് അവൾ ഐ ലവ് യു എന്ന് പറയുകയും അവനെ കൊണ്ട് ഐ ലവ് യു ടു എന്ന് തിരിച്ചു പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദിയക്ക് ഇതൊക്കെ കണ്ട് അസ്വസ്ഥതയുണ്ടാവുന്നുണ്ടെങ്കിലും സൗഹൃദത്തിന്റെ പുറത്ത് പറയുന്നതാണല്ലോ എന്ന് കരുതി അവളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ദിയയുടെ ബാച്ചിലർ പാർട്ടി സംഘടിപ്പിച്ച
പഠിപ്പിച്ചത് എല്ലിയായിരുന്നു. എന്നാൽ അവൾ പോകുന്നത് കുനാലിന്റെ ബാച്ചിലർ പാർട്ടിയിലേക്കാണ്. കുനാൽ അവൾക്ക് ഡ്രിങ്ക്സ് നൽകി. രണ്ടുപേരും ഒന്നിച്ച് മദ്യപിച്ചു. എല്ലി വളരെ റൊമാൻറ്റിക്കായി അവനോട് സംസാരിച്ചു. തങ്ങൾ ഒന്നിച്ചില്ലെങ്കിലും തനിക്ക് അവനോടുള്ള പ്രണയം എന്നും ഉണ്ടാകും എന്നവൾ അവനോട് വ്യക്തമാക്കി. അതിനുശേഷം അവൾ ദിയയുടെ അടുത്തേക്ക് പോവുകയും ആ പാർട്ടി ആസ്വദിക്കൂ എന്ന് പറഞ്ഞ് ദിയയുടെ ഫോൺ തന്റെ കയ്യിൽ വാങ്ങിവെക്കുകയും ചെയ്തു. ഇതേ സമയം കുനാല് ദിയയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ എല്ലിയുടെ കയ്യിലായിരുന്നു. പാർട്ടി കഴിഞ്ഞ ശേഷം ദിയ കുളിക്കാൻ പോയ സമയം നോക്കി എല്ലി കുനാലിന്റെ അടുത്തെത്തി. അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവനെ താങ്ങി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദിയക്കെതിരെ കുനാലിന്റെ മനസ്സിൽ വിഷം കലർത്താൻ അവൾക്കൊരവസരം വേണമായിരുന്നു. അതിനായിരുന്നു അവൾ ഇതെല്ലാം ചെയ്തത്. കുനാൽ അവളോട് ചോദിച്ചു, നീ എന്താ വിചാരിച്ചേ? നീ ഐ ലവ് യു എന്ന് പറഞ്ഞ ഞാൻ ദിയയെ ഉപേക്ഷിക്കുന്നു? വിവാഹത്തിന് 4 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ഉപേക്ഷിച്ച് എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് നിനക്ക് തോന്നുന്നത് കൊണ്ട് മാത്രം ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യണമെന്നോ? എല്ലി കുനാലിനോട് ചോദിച്ചു. നിനക്കങ്ങനെ തോന്നുന്നില്ലേ? കുനാൽ അല്പം നിർത്തിയ ശേഷം പറഞ്ഞു, തോന്നുന്നേയില്ല. രണ്ടുപേരും വീട്ടിലെത്തുമ്പോ അവരെ ഒരുമിച്ച് കണ്ട് ദിയ അത്ഭുതപ്പെട്ടു. കുനാല് പറഞ്ഞു, ഞാൻ നിന്നെ ഒത്തിരി തവണ വിളിച്ചു, പക്ഷെ നീ ഫോൺ എടുത്തതേയില്ലല്ലോ. ദിയ പറഞ്ഞു, എന്റെ ഫോൺ എല്ലിയുടെ കയ്യിലായിരുന്നു. എല്ലി അത് കേട്ടതും അഭിനയിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, അയ്യോ അതെ അതെ, ഞാനത് അറിയാതെ എന്റെ കൂടെ എടുത്തുകൊണ്ട് പോന്നു. ദിയക്ക് ദേഷ്യം വന്നു. നീ പോയപ്പോ എന്താ എന്നോട് പറയാതിരുന്നേ? കുനാൽ എല്ലിയുടെ ഭാഗം ചേർന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിലിപ്പോ എന്താ ഇത്ര വലിയ കാര്യം? എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നതല്ലേ അവൾ. അന്ന് രാത്രി ദിയ ഇരുന്ന് ആലോചിച്ചു. എല്ലിയുടെ ലക്ഷ്യം എന്താണെന്ന് ദിയക്ക് വ്യക്തമായി മനസ്സിലായി. പിറ്റേന്ന് ദിയ എല്ലിയോട് അതിനെപ്പറ്റി സംസാരിച്ചു. തനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞു. എല്ലിയും തുറന്നു സമ്മതിച്ചു. അതെ, എനിക്ക് കുനാലിനോട് പ്രണയമുണ്ട്. ഞാനത് അവനോട് പറയുകയും ചെയ്തു. അവൻ നിന്നോട് പറഞ്ഞില്ലേ? സാരമില്ല, ഞാൻ നിന്റെ കുടുംബം തകർക്കില്ല. പക്ഷെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും കല്യാണം മുടക്കാൻ എനിക്ക് ശ്രമിക്കാമല്ലോ. കല്യാണം കഴിഞ്ഞാൽ അവൻ നിന്റേതാണ്. എനിക്ക് അവനെ കല്യാണത്തിൽ നിന്ന് തടയാൻ കഴിഞ്ഞാലോ അവൻ എന്റേതും. അതോടെ അവരിരുവരും കുനാലിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി മത്സരിക്കാൻ തുടങ്ങി. എല്ലി കുനാലിനെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി. താലിമാല വാങ്ങാൻ പോകുമ്പോ എല്ലി പറഞ്ഞു, ഇതിന്റെ കഴുത്തിലിട്ടൊന്ന് നോക്കിക്കേ, ഭംഗിയുണ്ടാവുമെന്ന് അറിയാലോ. കുനാൽ അത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു. അവൻ താലി അണിയിച്ചപ്പോ എല്ലിക്ക് വളരെ സന്തോഷം തോന്നി. കുനാലും ആ താലി എങ്ങനെയുണ്ടെന്ന് നോക്കി നിന്നു. അതിനുശേഷം എല്ലാവരും ബസ്സിൽ കല്യാണ മണ്ഡപത്തിലേക്ക് പോയി. എല്ലി പറഞ്ഞു, നമുക്കൊരു ഗെയിം കളിക്കാം. വരനോടും വധുവിനോടും ചോദ്യങ്ങൾ ചോദിക്കാം. പരസ്പരം അവർക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിയാമല്ലോ. രണ്ടുപേരോടും പരസ്പരം ഇഷ്ടപ്പെട്ട നിറവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഒക്കെ അവർ ചോദിച്ചു. എന്നാൽ ഇരുവർക്കും അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല എന്ന് വന്നതോടെ അവിടെ വല്ലാത്തൊരു അസ്വസ്ഥത ഉടലെടുത്തു. രണ്ടുപേർക്കുമിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ എല്ലി പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുനാല് ദിയയോട് പറഞ്ഞു, എനിക്കതൊക്കെ ഓർമ്മയുണ്ടായിരുന്നതാണ്, പക്ഷേ ആ സമയത്ത് മറന്നുപോയി. ഇതൊക്കെ കാരണം കുനാലിനോട് ഇനി ശരിക്കും തന്നോടുള്ള താല്പര്യം കുറഞ്ഞുപോയോ എന്ന് ദിയക്ക് തോന്നാൻ തുടങ്ങി. അവനൊരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കില്ല, ഒരു ബാധ്യതയായി കണ്ട് മാത്രമായിരിക്കും ഈ വിവാഹത്തിന് മുതിരുന്നത്. അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. കുനാല് ദിയക്ക് താലിമാല കാണിച്ചു കൊടുത്തു. അതൊരു മുടിനാരിഴ കുടുങ്ങിക്കിടക്കുന്നത് അവൾ നോക്കിക്കണ്ടു. അതെല്ലിയുടെ മുടിയാണെന്നും അവൾക്ക് മനസ്സിലായി. അതോടെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാവാൻ ആരംഭിച്ചു. അത് എല്ലാവർക്കും വ്യക്തമായി കാണാമായിരുന്നു. എല്ലി തന്റെ ശ്രമത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിയ കുനാലിനോട് പറഞ്ഞു, ആ താലിമാല അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നുവല്ലേ? നിനക്ക് അവളോട് പ്രണയം തോന്നിയിട്ടുണ്ട് എന്നെനിക്കറിയാം. സാരമില്ല, ഞാൻ മനസ്സിലാക്കുന്നു. തെറ്റെന്റേതാണ്. നമ്മൾ സിസിലിയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ എല്ലിയെ കണ്ടുമുട്ടില്ലായിരുന്നു. ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടാതിരിക്കാൻ വേണ്ടിയാ നീ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെനിക്കറിയാം. ഞാൻ നിന്നെ തടയില്ല. നിനക്ക് പോകണമെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകാം. കുനാല് പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും എന്റെ ഇഷ്ടങ്ങളും വികാരങ്ങളും എന്താണെന്ന് മുൻകൂട്ടി അറിയാമല്ലോ അല്ലേ? ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുവെന്ന് നീയും ഉറപ്പിച്ചു അല്ലേ? ദിയ ചോദിച്ചു. എന്നാ നീ തന്നെ പറ, നിനക്ക് അവളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ? കുനാല് ഒന്നും മിണ്ടാതെ അവിടെ നിറങ്ങിപ്പോന്നു. അപ്പോഴാണ് ദിയ വിളിച്ചു വരുത്തിയ എല്ലിയുടെ മാതാപിതാക്കൾ അവിടെ എത്തുന്നത്. വലിയൊരു ബഹളം അവിടെയുണ്ടായി. കുനാല് രണ്ടുപേരോടും തനിയെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുനാല് തന്റെ നിലപാട് വ്യക്തമാക്കണം എന്ന് രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നു. അവരിൽ ആരെയാണ് കുനാൽ ഇഷ്ടപ്പെടുന്നത് എന്ന് കുനാല് തന്നെ പറയണം. തന്റെ ഭാഗം ന്യായീകരിക്കാൻ എല്ലി പറഞ്ഞു, നിനക്ക് ദിയയോട് പ്രണയമുണ്ടോ എന്നറിയാൻ നിന്നോട് ഫ്ലൈറ്റ് ചെയ്യാൻ ദിയ തന്നെയാ എന്നോട് പറഞ്ഞേ. തുടക്കത്തിലെല്ലാം നല്ല രീതിയിലാ പോയത്, എന്നാ പിന്നീട് എനിക്ക് ശരിക്കും നിന്നോട് പ്രണയമായി. ദിയക്കെതിരെ തിരിഞ്ഞ് കുനാല് പറഞ്ഞു,
അന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഇതെല്ലാം കേട്ട് കുനാലിന്റെ മൂഡ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവന് ആരോടും സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. അവൻ കാറുമെടുത്ത് അവിടെ നിറങ്ങിപ്പോന്നു. തുടർന്ന് ദിയയും എല്ലിയും തമ്മിൽ തർക്കമായി. എല്ലിയുടെയും കുനാലിന്റെയും വിവാഹം ഇന്ന് നടക്കട്ടെ എന്ന് കരുതി ദിയ വലിയ മനസ്സോടെ എല്ലിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഒരേ ആളെ രണ്ടുപേരും പ്രണയിക്കുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ് എന്ന മട്ടിലായിരുന്നു അവരുടെ വഴക്ക് മുന്നോട്ടു പോയത്. ഗൗരവമുള്ള ആ അന്തരീക്ഷമാകട്ടെ തമാശ രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതും. എന്തായാലും കുറച്ചു കഴിഞ്ഞ് രണ്ട് പെണ്ണുങ്ങളും കുനാലിനെ തിരഞ്ഞിറങ്ങി. ഒടുവിൽ അവനെ കണ്ടെത്തുകയും ചെയ്തു. കുനാല് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്നെ ഒരു ജോക്കറാക്കി മാറ്റി. സോഷ്യൽ മീഡിയയിലെ അനാവശ്യ ചർച്ചകളും റീലുമൊക്കെ കാരണമാ ഇതൊക്കെ സംഭവിക്കുന്നത്. ദമ്പതികളെല്ലാം പരസ്പരം അറിഞ്ഞിരിക്കണം. എന്നെ സ്നേഹിക്കാൻ 5 കാരണങ്ങൾ പറയ്. ബന്ധത്തിൽ എപ്പോഴും ആവേശം വേണം എന്നൊക്കെയാ ഓരോരുത്തർ പറയുന്നേ. അങ്ങനെ ബന്ധത്തിൽ എപ്പോഴും എക്സൈറ്റ്മെന്റ് വേണം എന്നൊക്കെയാണെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണ് പ്രണയത്തിന്റെ അളവുകോലെങ്കിൽ പ്രണയം എന്നത് തന്നെ വളരെ അപക്വമായ ഒരു കാര്യമാണ്. പുതിയൊരു ബന്ധമുണ്ടാവുമ്പോ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. കാരണം അത് പുതിയതാണല്ലോ. പുതിയ കൂട്ടുകാരുടെ പുതിയ കഥകൾ കേൾക്കുമ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നും. പഴയ കൂട്ടുകാരുടെ അതേ കഥകൾ ആവർത്തിക്കപ്പെട്ട നമുക്ക് മടുപ്പും തോന്നും. പ്രണയം എന്നത് ഒരു പഴയ കീറിയ ഷർട്ട് പോലെയാ. അത് ധരിക്കുമ്പോ ഒരുപക്ഷെ നമുക്ക് രാത്രിയില് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. പ്രണയത്തിലൊരു സമാധാനം ഉണ്ടാകും. അതെ, എനിക്ക് എല്ലിയോട് സ്നേഹം തോന്നുന്നുണ്ട്. അവൾ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ഒരുപക്ഷെ വേറൊരു ജന്മത്തിൽ ദിയയെ കാണുന്നതിന് മുമ്പ് ഞാൻ എല്ലിയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചേനെ. പക്ഷെ ഈ ഒരുപക്ഷെ എന്ന് പറയുന്നത് വലിയൊരു വാക്കാണ്. ഒരുപക്ഷെ 6 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് പരസ്പരം സഹിക്കാൻ പോലും കഴിയില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞ ആ ഒരുപക്ഷെ ഇല്ലേ, അതെനിക്കും ദിയക്കും ഇടയിലില്ല. നീയൊരു കാര്യം മനസ്സിലാക്കണം ദിയ. നീ എന്റെ നിറഞ്ഞ കവിഞ്ഞ ആ പഴയ അലമാര പോലെയാണ്. അത് കാണുമ്പോ അമ്മ എപ്പോഴും ചോദിക്കും, ഇതെന്തൊരു അവസ്ഥയാ, എന്താ ഈ വെച്ചിരിക്കുന്നേ എന്ന്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആ അലമാരയിലുണ്ട്. അതിന് തന്നെ എനിക്കെല്ലാം കിട്ടുകയും ചെയ്യും. എല്ലി, നിന്റെ രീതിയിലുള്ള വിവാഹമാ എന്റെയും ടൈപ്പ്. എനിക്കതൊക്കെയാ ഇഷ്ടം. എന്നാൽ ഇവളുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇവളിപ്പോ കല്യാണം കഴിക്കുന്നത്. കാരണം വിവാഹം വെറും 4 ദിവസം കൊണ്ട് തീരും. പക്ഷെ ബന്ധം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ആഘോഷത്തിന്റെ വലിപ്പമാണോ ബന്ധത്തിന്റെ കാലയളവും വ്യാപ്തിയുമാണോ ഞാൻ നോക്കേണ്ടത്? പിന്നെ ദിയ, ഞാനും നീയും ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടാകാം. നിന്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാ, ഫുഡ് ഏതാ, അങ്ങനൊക്കെ. എന്നാൽ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. നിന്റെയും ഓർമ്മയിലുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, നീ എന്റെ ആ പഴയ കീറിയ ടീഷർട്ട് പോലെയാ. എന്റെ സമാധാനവും എന്റെ ഉറക്കവും എന്റെ ശീലവും എല്ലാം അതിലാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഈ ശീലത്തെ ഇത്രയധികം കുറ്റപ്പെടുത്തുന്നത് എന്നെനിക്കറിയില്ല. ഈ ശീലം എന്ന് പറയുന്നതൊക്കെ നല്ലത് തന്നെയാ. വിശ്വാസത്തിന്ന ഈ ശീലങ്ങൾ ഉടലെടുക്കുന്നത് പോലും. ഇല്ലേ, നീ എന്റെ കണ്ണുകളിലെ തിളക്കമായിരിക്കാം. എന്നാൽ ദിയയുണ്ടല്ലോ, അവൾ എന്റെ സമാധാനമാണ്. അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഞാൻ ഒരിക്കലും മറുപടി നൽകുകയേയില്ല. നീ എത്ര ചോദിച്ചാലും. എങ്കിലും എന്നെ സ്നേഹിക്കാൻ, എന്നെ സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ ജന്മം മാത്രമല്ല അടുത്ത 7 ജന്മവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ദിയ. ബാക്കി നീ തന്നെ പറഞ്ഞോ. കുനാൽ അത്രയും വിശദമായി ഓരോന്നും പറഞ്ഞതും കാര്യങ്ങൾ വ്യക്തമായി. കുനാൽ എല്ലിയുടെ പ്രണയം നിരസിച്ച് ദിയയുടെ പ്രണയം തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലി പറഞ്ഞു, ഈ ജന്മത്തിൽ അവൻ നിന്റേതാണ്. അടുത്ത ജന്മത്തിൽ നമുക്ക് നോക്കാം. തുടർന്ന് ദിയയുടെയും കുനാലിന്റെയും വിവാഹം നടന്നു. എല്ലിയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തന്റെ വികാരങ്ങൾ മാറ്റിവെച്ച് അവൾ ഒരു കൂട്ടുകാരിയായി അവരുടെ വിവാഹം ആഘോഷിച്ചു. അപ്പോഴാണ് കഥയിലൊരു കാര്യം വ്യക്തമാക്കുന്നത്. അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം വല്ലാതെ നിലനിന്നിരുന്നല്ലോ. അന്ന് രാത്രി യാഥാർത്ഥ്യത്തിൽ അവർക്കിടയിലൊന്നും സംഭവിച്ചിരുന്നില്ല. കുനാൽ അന്ന് എല്ലിയെ ഉമ്മ വയ്ക്കാൻ മുതിർന്നിരുന്നു. 1 ഇഞ്ച് അകലം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. എന്നാൽ ആ നിമിഷം ദിയയെ ഓർത്ത് അവൻ സ്വയം പിന്മാറി. എല്ലി എപ്പോഴും ഫ്ലേട്ടിംഗ് ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, ഡിവോഴ്സ് ആവുകയാണെങ്കിൽ എന്നോട് പറയണം. ഡിവോഴ്സിന് ശേഷവും ഞാൻ നിന്നെ സ്വീകരിക്കും. അങ്ങനെ ഈ തട്ടുപൊളിപ്പൻ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.